ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 5:28 ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് കാണാം. ഇപ്പം 5:40 അപ്പം നമുക്ക് കിച്ചണിലേക്ക് തന്നെ പോകാം. ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണം. പാറുമോളെ വിടുന്നില്ല, ചെറിയൊരു പനിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അവൾക്ക് ലീവ് പറഞ്ഞു. അപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ചോറും പിന്നെ ഒരു തോരനും ഒക്കെയാണ് വെക്കുന്നത്. എനിക്കൊരു ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ആ സമയത്ത് വന്നിട്ടാണ് മീൻ വറക്കാനുള്ളതൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ട് പോയത്, പക്ഷെ അത് തണുത്തു പോവും ഇത്ര രാവിലെ വെക്കുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിച്ചണിൽ വന്നാൽ ജനൽ തുറന്നിടും, കാരണം നല്ല ചൂടാണ്, നിൽക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഞാൻ തലേന്ന് വെള്ളം തിളപ്പിച്ച് വെക്കും, കാരണം ഞാൻ കിടക്കാൻ ഒരു 11 മണിയെങ്കിലും കഴിയും. ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് 2 കണ്ടെയ്നറിലായിട്ടാണ് മാവ് ഒഴിച്ച് വെക്കുന്നത്, കാരണം പുളിച്ചു പൊങ്ങി പോവല്ലോ എന്ന് കരുതിയിട്ട് റിസ്ക് ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഇത്രയും മാവിനുള്ള ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 കപ്പ് അരിയാണ്, 1 കപ്പ് പച്ചരിയും 1 കപ്പ് ഇഡ്ഡലി റൈസും അങ്ങനെയാണ് എടുക്കുന്നത് ഇഡ്ഡലിക്കാണെങ്കിൽ. പിന്നെ 1 കപ്പ് ഉഴുന്ന്, 3/4 കപ്പോളം ചോറ്, ഒരു 2 നുള്ള് ഉലുവയും ഇതൊക്കെ ചേർത്തിട്ടാണ്, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോഫിക്ക് വേണ്ടിയിട്ട് വെക്കാം. ഇനി സാമ്പാറിനുള്ളത് എല്ലാം ഞാൻ രാത്രി തന്നെ കട്ട് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും. രാവിലെ എല്ലാം കൂടി എനിക്ക് പാടല്ല, ചുവണെന്ന് ഒന്നും നടക്കില്ല. സോ കുക്കറിനകത്താണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെള്ളരി നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളരിയാണ്. വെള്ളരി, പടവലം, കിഴങ്ങ്, ക്യാരറ്റ്, ചേന, തക്കാളി, കൊച്ചുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പരിപ്പ് ചേർക്കത്തില്ല, അച്ഛന് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പരിപ്പ് നമ്മൾ ഫംഗ്ഷനൊക്കെ വെക്കുവാണെങ്കിലേ ചേർക്കത്തുള്ളൂ. പിന്നെ ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ ഒരു 1.5 ടീസ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള അതായത് കഷ്ണത്തിന് മുകളിൽ വെള്ളം നിൽക്കാൻ പാടില്ല. ഓൾറെഡി സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ട് കുക്കറിൽ അടച്ച് വെച്ചൊരു 4 വിസിൽ, ഈ ഒരു കുക്കറിൽ 4 വിസിൽ കേട്ടാൽ മതി. സോ നമ്മുടെ പാലും ഞാൻ നല്ലപോലെ ഇങ്ങനെ കോരി ആറ്റിയാണ് എടുക്കുന്നത്. അത് അമ്മ പഠിപ്പിച്ചു തന്നെ, എന്നാലേ ടേസ്റ്റ് വരുമെന്നും പറഞ്ഞ്. നമുക്ക് ഇഡ്ഡലി കുട്ടകം അടുപ്പിൽ വെക്കാം. വെള്ളം നിറച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള അരി എടുത്തു വെച്ചു. ആ സമയത്തേക്ക് നമ്മൾ മാവിൻ്റെ പാത്രങ്ങളും പച്ചക്കറി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഇന്ന് നമുക്ക് രാവിലത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഉച്ചക്കലത്തേക്ക് ചോറും പയറുതോരനും മോര് കാച്ചിയതും വറുത്ത മീനുമാണ്. ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ മോര് കാച്ചുന്നതും മീൻ വറക്കുന്നത്. നേരത്തെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോയായിരുന്നു. മോരിനുള്ളത് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അതേപോലെ വറുക്കാനുള്ള മീൻ പെരട്ടിയതും ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് പോകും. പിന്നെ നമുക്ക് കൊഞ്ച് ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്, അതേപോലെ നാരങ്ങ, നെല്ലിക്ക, മാങ്ങ അച്ചാറും ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് കോഫിയും കുഞ്ഞുങ്ങൾക്കുള്ള പാലും ഒക്കെ റെഡിയാക്കാം. ഇനി കോഫി കുടിച്ചിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് പോകാം, എന്നാലേ ഒരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പണി ഉഷാറാക്കിയേ പറ്റത്തുള്ളൂ. ഇഡ്ഡലി തട്ടിനകത്തേക്ക് അല്പം നല്ലെണ്ണ തൂകിയിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എനിക്കിവിടെ 3 തട്ടുള്ള ഇഡ്ഡലി കുട്ടകമാണേ ഉള്ളത്. അപ്പം അറ്റ് എ ടൈം എനിക്ക് 4 പിന്നെ 5 അപ്പം 13 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. സോ ഫസ്റ്റ് സ്ലോട്ടിനുള്ള ഇഡ്ഡലി മാവ് ഒഴിച്ച് സെറ്റാക്കാൻ വെച്ചേക്കുവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറി നോക്കാം. ഇപ്പം സാമ്പാറിൽ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 4 വിസിലാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിസിലടിക്കുമ്പോഴേ ഒത്തിരി തെറിച്ച് പോകുന്നില്ല, എങ്കിലും നമ്മുടെ ടൈല് വൈറ്റാണ്, അതിലേക്ക് വീഴും. അത് അപ്പം തന്നെ ക്ലീൻ ആക്കണം. പിന്നെ ഹസ്ബൻഡിനുള്ള കോഫിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ അരി എടുത്തായിരുന്നു, അതിന് കഴുകിയെടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കോഫി റെഡിയാക്കാം. ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാനിനി ഈ ഒരു ചോറ് അപ്പുറത്തോട്ട് മാറ്റും കേട്ടോ, അപ്പുറത്തെ അടുപ്പിലേക്ക് വെക്കും, മെയിൻ കിച്ചണിൽ. ഇനി കുറച്ച് പൊടിയരി കഞ്ഞിയും കൂടെ വെക്കണം. പൊടിയരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പാത്രത്തോളം വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ലച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാറുവിന് അരിയുടെ കഞ്ഞി തന്നെ കൊടുക്കും കേട്ടോ. സോ ഇതാണ് വെളിയിലത്തെ കാഴ്ച. 6:30 സമയം. എനിക്കിനി കുറച്ച് കറിവേപ്പില പിച്ചണം, പനിക്കൂർക്ക വേണം. അപ്പോൾ അതൊക്കെ പിച്ചാനായിട്ട് ഇറങ്ങിയത്.
ഇനി നമുക്കൊരു തോരനും കൂടെ വെക്കാമേ. പയറും സവാളയും കൂടെ ഇട്ടൊരു തോരനാക്കണം. ഇനി മെയിൻ ഡോറും തുറക്കാം. ഇപ്പോഴത്തേക്ക് ലച്ചു ആണ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ലച്ചുവും ഞാനും കൂടാണ് ഈ നടക്കുന്നത്. പകുതി ഉറക്കത്തില്ല, അതിൻ്റെ തോളെ കിടപ്പുണ്ട് ആള്. എണീറ്റാലും കുറച്ച് നേരം എടുക്കും. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. കുറേ നേരം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇരിക്കും. ഞാൻ പയറെടുത്തപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി. പിന്നെ ഞാനൊരു ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിട്ട് കേട്ടോ അതിൻ്റെ കൂടെ. മഞ്ഞക്കിളി എന്തേ? അവിടെ വേറെ ആണോ? കിളി 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 രാവിലെ വന്നേ. വെച്ചിട്ടാ പാറുനെ വിളിക്ക്. പാർക്കുട്ടാ എണീക്കെന്ന് പറ. പാർക്കുട്ടാന്ന് വിളി. എണീക്കാൻ പറ. തട്ടി വിളിച്ചേ. പോയി തട്ടി വിളിക്ക്. പാറു ചേച്ചി എണീക്കെന്ന് പറ. കിളിയെ ഓടിക്കാന്ന് പറ. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ പാറു ഒരു 6:30 കഴിയുമ്പോൾ ഉണരും. ഒരു 7:45 കഴിയുമ്പോഴത്തേക്കും സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ജോലികളും തീരും. പാറുവിനെ ഫ്രഷ് ആക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ കഴിയും. പിന്നെ ലച്ചുവിന് ഫുഡ് കൊടുക്കുന്ന പണി, ഞാൻ റെഡിയായി സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. കള്ളിപ്പാറു ആണോ ഇതോ? എൻ്റെ മോളോ? പാറു ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചിട്ട് വരും പാറു. ഇപ്പൊ വരും. അണ്ണാനോ? എന്തോ ഇത് കുഞ്ഞിനെ? അണ്ണാനോ? എവിടെ? അവിടെ കടിച്ചോ? അമ്മ അടി കൊടുക്കാം കേട്ടോ. ഇനി സാമ്പാറൊക്കെ നമ്മുടെ റെഡിയായി. പക്ഷേ ഇച്ചിരി കായപ്പൊടിയുടെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ച് കായപ്പൊടി ചേർത്തു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും കടുക് വറക്കും. അപ്പോൾ ആ സെയിം കടുക് വറക്കുന്ന ഇതിൽ നിന്ന് കുറച്ചാണ് ഞാൻ സാമ്പാറിലും ചേർക്കുന്നത്. എല്ലാം ടൈം സേവിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെ മാക്സിമം ഫാസ്റ്റ് ആക്കാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലോട്ടിലെ ഇഡ്ഡലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി നമ്മൾ കുറച്ച് നേരമേ ആയി കഴിയുമ്പോൾ തണുക്കാൻ വെക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു തട്ടിയിൽ നിന്ന് നല്ല വൃത്തിക്ക് ഇറങ്ങി വരത്തുള്ളൂ. സോ കടുക് വറുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ പയറും ക്യാരറ്റും സവാളയുടെയും കൂടെ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് സ്ലോട്ടിൽ ഞാൻ ഇഡ്ഡലി 2 തട്ടേ ഇപ്പോൾ വെക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയിപ്പം പുറത്തൊന്ന് ചെന്നപ്പോൾ അവിടെ ഭയങ്കര പണി. അവിടെ നമ്മുടെ പുല്ലൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലത്ത് കുറേ പോച്ചയും വിളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിച്ചി നമ്മുടെ റൂമെല്ലാം ഒന്ന് സെറ്റാക്കി വിരിച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ തോരനും കൂടെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് ഇനി ഞാൻ ഫ്രഷായി റെഡി ആവുകയാണ്. എളുപ്പപ്പണിയാണ്. ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലാതെ ചതയ്ക്കുന്നില്ല. സാധാരണ നമ്മൾ മഞ്ഞളും വെളുത്തുള്ളിയും അല്പം ജീരകമൊക്കെ ഇട്ട് ചതച്ചെടുത്തിട്ടല്ലേ തോരൻ റെഡിയാക്കുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല, ഡയറക്റ്റ് എല്ലാം ചേർക്കുകയാണ്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവർ രണ്ടും ഇനി പൂ പിച്ചാനൊക്കെ അങ്ങ് ഇറങ്ങും. രണ്ടും കൂടെ തുളസിയിലയും പൂവും പിച്ചാനായിട്ട് അങ്ങ് ഇറങ്ങും. പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അതിൻ്റെ പുറകിന് പോകണം. ഇനി പാറുവിനും ലച്ചുവിനും ഫുഡ് കൊടുക്കണം. പാറുവിന് ഇഡ്ഡലിയും സാമ്പാർ ദോശ കടലയൊക്കെ ഇഷ്ടമാണ്. അപ്പം ലഞ്ചിനും അതാണ് അവൾ സാധാരണ സ്കൂളിൽ പോകുമ്പോഴും കൊണ്ടുവന്നത്. ഇല്ല പിന്നെ പുലാവൊക്കെയാണ്. ലച്ചുവിന് നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പം മടിയാട്ടോ. അപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പാറു തന്നെ കഴിച്ചോളും. നമുക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇറങ്ങുവാണ്. അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 4 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ സ്കൂളിലേക്ക്. കാറിലാണ് എന്നെ വിട്ടിട്ട് ഇവർ കടയിൽ പോകും. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് രണ്ടുപേർക്കും പനിയുടെ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫുഡൊക്കെ കഴിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടായിരിക്കും ലച്ചു അങ്ങ് ഉറങ്ങിപ്പോയി.
അങ്ങനെ കുഞ്ഞു ഉറക്കമാണ്. ഇനി ഇവർ ഒരു 11:30 ആകുമ്പോൾ തിരിച്ചു വരും. സ്നാക്കും വെള്ളമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് എന്നെ വന്ന് വിളിക്കുന്നത്. ഞാൻ വന്ന് ലച്ചുവിന് ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു പോകും. പിന്നെ വൈകിട്ടാണ് വരുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ബിസി മോർണിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.